ഒരു ബർത്ത്ഡേ അപാരതയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇന്ന് അച്ചുവിൻ്റെ 25th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത്തവണയും ഞങ്ങൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് നമ്മുടെ ഈ സ്റ്റാൻഡും കേർട്ടനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് നമ്മൾ ബലൂൺ മാത്രം വാങ്ങിയാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അത് ഞങ്ങൾ സെറ്റ് ചെയ്യും, ഡെക്കറേറ്റ് ചെയ്യും. ഇത്തവണത്തെ ഡെക്കോർ ടീമിൽ ഞാനും അച്ചുവും അർജുനും പിന്നെ നമ്മുടെ അച്ചുവിൻ്റെ 2 ഫ്രണ്ട്സായിട്ടുള്ള ഗൗരിയും ആതിരയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മൈക്ക് കിട്ടിയാൽ ഞങ്ങളുടെ ഷോയ്ക്ക് ഒരു കുറവും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഷോ കാണിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അച്ചു പറഞ്ഞു വേണ്ട, റോട്ടിലുള്ളവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വോളിയം മാക്സിമം കുറച്ചതിന് ശേഷമാണ് മൈക്കിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്പീക്കർ അവിടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത്. കുട്ടൂസ് അവിടെ ഉണ്ടായിരുന്നു. കുട്ടൂസ് നേരെ ആ സ്പീക്കറും കൊണ്ട് വരുന്ന ഞങ്ങൾ കണ്ടു. പക്ഷേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നേരെ കൊണ്ട് കേക്കിലായിരിക്കും ഇടുന്നതെന്ന്. അവൻ നേരെ കൊണ്ട് കേക്കിലോട്ട് എടുത്തിട്ടു സ്പീക്കർ. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾ വിചാരിച്ചു മൊത്തത്തിൽ കുളമായി പോകുമെന്ന്. പക്ഷേ ഭാഗ്യത്തിന് കേക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമേ കുളമായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ ഫ്രണ്ട് ഭാഗം മാത്രമൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ 9 ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ സിസ്റ്റർ മനു വരാനായിട്ട് ലേറ്റായി. അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി. അപ്പോൾ അവളും കൂടെ നിന്നിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഡിലേ ആക്കിയിട്ടാണിത് തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വേറെ കലാപരിപാടികളോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് കേക്ക് കട്ട് ചെയ്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടൂനിടയ്ക്ക് നല്ല വിഷമായി. കുട്ടി ചെയ്ത എന്തോ ഒരു മിസ്റ്റേക്കാണെന്ന് കുട്ടീന് മനസ്സിലായി. അങ്ങനെ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി വന്ന് കേക്കൊക്കെ മുറിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ സക്സസ്ഫുൾ വ്ളോഗറായിട്ടുള്ള അച്ചുവിൻ്റെ 25th ബർത്ത്ഡേ അങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ അമ്മുമ്മയുടെ 80th ബർത്ത്ഡേ ആണ്. ഇത് അമ്മുമ്മയ്ക്ക് തീരെ അറിയില്ലായിരുന്നു ഈ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം. ഫുൾ സർപ്രൈസ് ആയിട്ടായിരുന്നു അമ്മുമ്മ ഇരുന്നത്. അമ്മുമ്മ നമ്മുടെ അച്ചുവിൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്നുള്ള രീതിയിൽ അവൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവൾക്ക് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് നിന്നത്. പിന്നെ പെട്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ല അമ്മുമ്മയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് അമ്മുമ്മയ്ക്ക് ഒരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞങ്ങൾ നേരത്തെ കോഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റെഡ് ആയിരുന്നു നമ്മുടെ തീം. അങ്ങനെ ഫുൾ ഡെക്കറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡ് ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് വന്നു. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ അന്നത്തെ നമ്മുടെ ആ ഒരു ദിവസമൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ തന്നെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ദിവസമായിരുന്നു. നമ്മളിത് പ്ലാൻ ചെയ്തതും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ സമയമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡാൻസും പാട്ടും കുറേ അമ്മുമ്മേനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചു. അപ്പോൾ മെയിനായിട്ട് ഇത് ഓർഗനൈസ് ചെയ്തത് ഞാനും അച്ചുവും കൂടെയാണ്. നമ്മുടെ ഗൗരി ഒരു നല്ല ഡാൻസറാണ് കേട്ടോ. അച്ചുവിൻ്റെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് ഗൗരി. ഗൗരി ഞാനുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുവിധപ്പെട്ട എല്ലാ പരിപാടിക്കും അവളും ഉണ്ടാവാറുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരുപാട് നേരം നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ഈ ദിവസമാണ് കേട്ടോ. കുറേ നാളത്തേക്ക് ശേഷം നമ്മൾ അവസാനം കുട്ടൂൻ്റെ ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേക്ക് കോവളത്തൊരു റിസോർട്ടിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്ത സമയം ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഓൾമോസ്റ്റ് 1 വർഷം ആവാറായിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴേ അമ്മുമ്മയുടെ ബർത്ത്ഡേക്കാണ് എല്ലാവരും കുറേ നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ നമുക്ക് ഫാമിലിയോട് എല്ലാവർക്കും. അപ്പോൾ കുട്ടൂൻ്റെ വക പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഫുഡും കഴിച്ചത്.